ഇടതുപക്ഷമുണ്ട്, ഈ ഗവൺമെന്റുണ്ട്. അതനുസരിച്ച് കേരളം അനുഭവിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ഒട്ടനവധി നടപടികൾ സ്വീകരിച്ചു വരികയാണ്. കേരളത്തിന്റെ അടിസ്ഥാന സൌകര്യ വിപുലീകരണത്തിലൂടെ വേണം അടിസ്ഥാന സൌകര്യ വിപുലീകരണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നു. റോഡുകൾ, പാലങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ, വ്യവസായശാലകൾ, തുറമുഖങ്ങൾ, ടൂറിസം, ഇതിന്റെ എല്ലാം അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടുള്ള സൌകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കേരളത്തിന് പ്രധാന വിഷയം സാമ്പത്തിക ശേഷിയാണ്. ആ സാമ്പത്തിക ശേഷി ഫലപ്രദമായൊരു മാനേജ്മെന്റ്, ആ മാനേജ്മെന്റ് ഏറ്റവും നല്ലൊരു ആസൂത്രണം, അതിന്റെ ഫലമായിട്ട് ഓരോ പ്രശ്നവും പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് സാമ്പത്തികമായി ഞെരുക്കാൻ ശ്രമിച്ചിട്ടൊന്നും കേരളത്തിന്റെ വികസനത്തെയോ പ്രവർത്തനത്തെയോ സ്തംഭിപ്പിക്കാൻ അവർക്ക് കഴിയില്ല. കാരണം ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പമാണ്. ആ തരത്തിൽ കേരളത്തിന്റെ വളർച്ചയ്ക്ക് ജനങ്ങളെ ഒന്നിപ്പിക്കാൻ, ജനങ്ങളിൽ ഒരു പ്രതീക്ഷ ഉണ്ടാക്കി തീർക്കാനും ഈ നവകേരള സദസ്സ് കൊണ്ട് സാധിച്ചു. ഇത് ജനങ്ങളൊരു പ്രതീക്ഷയിലാണ്. ഞങ്ങളെ സഹായിക്കാൻ, ഞങ്ങളെ രക്ഷിക്കാൻ, ഏത് അപകടം വന്നാലും ഞങ്ങളെ രക്ഷിക്കാൻ ഈ ഗവൺമെന്റ് ഉണ്ട്, ഈ മുഖ്യമന്ത്രിയുണ്ട്, മന്ത്രിമാരുണ്ട്, അതിന്റെ മുന്നണിയിലെ പാർട്ടികളുടെ ബോധം ജനങ്ങളിൽ ഉണ്ടായി. ആ ആത്മവിശ്വാസം കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് വലിയ അടിത്തറമാകും, വികസിച്ചു വരും. അദ്ദേഹം എഴുതിയ കത്തിൽ യഥാർത്ഥ JDS കാര്യങ്ങളൊന്നും പ്രതിപാദിച്ചിട്ടില്ല. അദ്ദേഹം JDSന്റെ അഖിലേന്ത്യാ നേതാവായിരുന്നു, വൈസ് പ്രസിഡന്റായിരുന്നു. അഖിലേന്ത്യാ തലത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നോടൊപ്പം ഉള്ളവരെല്ലാം ഇവിടുത്തെ വർഗീയ ശക്തികൾക്കെതിരെ, വലതുപക്ഷ ശക്തികൾക്കെതിരെ, RSS സംഘപരിവാറിനെതിരെ, ഗാന്ധിയൻ ആദർശങ്ങളിൽ കൺവീനർ ഇടതുമുന്നണി യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു. പരമാവധി എല്ലാ കക്ഷികളെയും പരിഗണിക്കുക എന്നത് മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ തന്നെ തീരുമാനിച്ച കാര്യമാണ്. അതിൻ പ്രകാരമാണ് ഇപ്പോൾ മന്ത്രിസഭാ പുനഃസംഘടന നടക്കുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം സ്ഥിരീകരിക്കുന്നു. KB ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും പുതുതായി മന്ത്രിസഭയിലേക്ക് എത്തുമെന്നുള്ള കാര്യം കൂടി സ്ഥിരീകരിക്കുന്നു. ഈ മാസം 29-ാം തീയതി വൈകിട്ട് 2 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. എന്നാൽ വകുപ്പുകൾ സംബന്ധിച്ചുള്ള കാര്യം, അത് അന്തിമ തീരുമാനം അത് പറയുക മുഖ്യമന്ത്രിയായിരിക്കുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ LDF കൺവീനർ മാധ്യമങ്ങളെ അറിയിച്ചിട്ടുള്ളത്. സെയ്ഫ് സെയിൻ ലാബ്ദീനുണ്ട് വിവരങ്ങൾ നൽകാനായി. സെയ്ഫ്, എന്തായാലും മന്ത്രിസഭാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഏതാണ്ട് വ്യക്തമായിരിക്കുകയാണ്. 2 മന്ത്രിമാർ പുതുതായി മന്ത്രിസഭയിലേക്ക് എത്തുന്നു. ഒരുപക്ഷെ ഈ മന്ത്രിസഭാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഈ വാർത്ത അത് സെയ്ഫ് തന്നെയാണ് ഈ വാർത്ത നൽകുന്നത്. എന്തായാലും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് അതിൽ നിന്ന് വലിയ മാറ്റങ്ങളൊന്നുമില്ല. വകുപ്പുകളിലാണെങ്കിലും വലിയ മാറ്റങ്ങൾ ഒന്നും ഉണ്ടാകില്ല എന്നുള്ളൊരു സൂചനകൾ തന്നെയാണ് നിലവിൽ ലഭിക്കുന്നത്. ഇപ്പോൾ മന്ത്രിമാരുടെ രാജി അടക്കം പുറത്തു വന്നു കഴിഞ്ഞു. ഇനി എന്തൊക്കെ നടപടികളാണ് പ്രതീക്ഷിക്കുന്നത്? 2 മന്ത്രിമാർ രാജിവെച്ചു. 2 മന്ത്രിമാർ രാജി നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രിക്കാണ്. മന്ത്രിമാർ രാജി നൽകേണ്ടത് മുഖ്യമന്ത്രിക്കാണ്. മുഖ്യമന്ത്രി ഈ രാജി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കൈമാറും. ഗവർണർ അത് സ്വീകരിച്ചുകൊണ്ട് വിജ്ഞാപനം പുറത്തിറക്കും. അതോടുകൂടി മന്ത്രിമാരുടെ രാജി അംഗീകരിക്കപ്പെടുകയും സർക്കാർ തലത്തിൽ ഔദ്യോഗികമായി മാറുകയും ചെയ്യും. 2 മന്ത്രിമാരെ മാറ്റി 2 മന്ത്രിമാരെ പുതിയ മന്ത്രിമാരെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള തീരുമാനം 2021-ൽ 2ാം പിണറായി സർക്കാരിന്റെ മന്ത്രിസഭാ രൂപീകരണത്തിന് സമയത്ത് തന്നെ ഉണ്ടായ ധാരണയാണ്. അങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും മാറുന്നത്. നവംബർ 20-ന് നടക്കേണ്ട പുനഃസംഘടനയാണ് നീണ്ടുപോയത്. നവകേരള സദസ്സ് നടക്കുന്നതുകൊണ്ട് 2 മന്ത്രിമാരും വേണം, നിലവിലെ മന്ത്രിസഭയിൽ 2 മന്ത്രിമാരും വേണമെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് പുനഃസംഘടന നീണ്ടുപോയത്. ഇന്നലെ ഇപ്പോൾ വൈകുന്നേരം നവകേരള സദസ്സ് പൂർത്തിയായി. ഇന്ന് രാവിലെ 9:15 കൂടിയാണ് ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് രാജി സമർപ്പിച്ചത്. 10:30 തന്നെ മുന്നണി യോഗം ആരംഭിക്കുകയും മുന്നണിയുടെ മുൻ ധാരണ പ്രകാരം തന്നെ 2 പേരെ പുതുതായി മന്ത്രിസഭയിൽ എടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. 2 വകുപ്പുകളാണ് ഒഴിയുന്നത്. ഗതാഗത വകുപ്പ്, ആ ഗതാഗത വകുപ്പ് ഗണേഷ് കുമാറിന് തന്നെ നൽകും. കാരണം ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് നേരത്തെ കൈകാര്യം ചെയ്ത് മികവ് തെളിയിച്ചിട്ടുള്ള ആളാണ്. 2001-ൽ പത്തനാപുരത്ത് നിന്നാണ് ഗണേഷ് കുമാർ ആദ്യമായി നിയമസഭയിലേക്ക് എത്തുന്നത്. 2001 മുതൽ
2021 വരെ ഏതാണ്ട് 5ാമത്തെ തവണയാണ് ഗണേഷ് കുമാർ നിയമസഭാ അംഗമായിരിക്കുന്നത്. തുടർച്ചയായ പത്തനാപുരം മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം ജയിച്ചത്. 2001 ജയിച്ചപ്പോൾ ആന്റണി മന്ത്രിസഭയിലാണ് ഗതാഗത മന്ത്രിയായിട്ട് അദ്ദേഹം ഇരുന്നത്. ആ കാലഘട്ടത്തിൽ ഗതാഗത വകുപ്പിൽ വലിയ രീതിയിലുള്ള പരിഷ്കാരം, അതായത് ഈ KSRTC അടക്കം വലിയ രീതിയിലുള്ള പരിഷ്കാരം അദ്ദേഹം കൊണ്ടുവന്നു. പുതിയ ബസ്സുകൾ കൊണ്ടുവന്നു. ചെറിയ ബസ് നമ്മൾ ആ കാലത്താണ് ആദ്യമായിട്ട് കാണുന്നത്. KSRTCയുടെ ചെറിയ ബസ്സുകൾ കാണുന്നത് ഗണേഷ് കുമാറിന്റെ ഭരണകാലത്ത് ആണ്. തുടങ്ങി നിരവധി പരിഷ്കാരങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. തൊഴിലാളി യൂണിയനുകളുമായി വലിയ തർക്കങ്ങളില്ലാതെ മികച്ച രീതിയിൽ കേരളത്തിൽ ഗതാഗത വകുപ്പ് KSRTC കൈകാര്യം ചെയ്ത മന്ത്രി എന്ന ഖ്യാതി നേടിയിട്ടുള്ള ആളാണ് ഗണേഷ് കുമാർ. ശരി, സൈഫ് സൈൻ ലാബ്ദിനാണ് എന്തായാലും മന്ത്രിസഭാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തരുന്നത്. 2 മന്ത്രിമാർ രാജിവെച്ചിരിക്കുന്നു. ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും പുതുതായി മന്ത്രിസഭയിലേക്ക് എത്തും. 29-ന് വൈകിട്ട് സത്യപ്രതിജ്ഞ നടത്തുമെന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.